എടി ആ താക്കോലിങ്ങെടുത്തേ. ഓ നല്ല മഴയാണല്ലോ. ആ നീ അകത്ത് പോയിക്കോ, ഞാൻ ഓഫീസിൽ നിന്ന് വിളിക്കാം. സൂക്ഷിച്ചു പോകണം. ബൈ. മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞു. എന്തിനാ പേടിക്കണേ? ഞാനല്ലേ. അയ്യോ ചേട്ടൻ ഇപ്പൊ പോയുള്ളൂ. പോയത് കണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ എന്ത് ഇങ്ങനെ പറയണം? മോൻ ഉറങ്ങിയിട്ടില്ല, എനിക്ക് പേടിയാണ്. ഒന്ന് മോൻ ഉറങ്ങിക്കോളും. നീ എന്തിനീ പറയണേ? ഞാൻ ഈ മഴയത്ത് വന്നല്ലേ എന്നെ കാണാൻ. അപ്പോഴാണ് അവിടെ ഒരു ഷോ. ഇങ്ങനെ വന്നിങ്ങട് ഞാൻ വരുമെന്ന് വിചാരിച്ച് കുളിച്ചൊരുങ്ങി നിക്കണേണ് കള്ളി. മോനിത് ടോണിയങ്ങളാ. ഏത് ടോണി? ഇറങ്ങി പോടാ. ടോണി പ്ലീസ്. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ റിപ്ലൈ വരുമ്പോൾ ആലോചിക്കണായിരുന്നു ഇവള്. എന്നിട്ട് ഞാൻ കുറ്റക്കാരൻ. മനുഷ്യനോട് വാട്ടാ. ഹലോ ഡാഡി. കേറിപ്പോരി, തുറന്നിട്ടേക്കണേ. മമ്മി എന്താണ് രാവിലെ വിഷമിച്ചിരിക്കണത്? ഞാനൊരു ഷോർട്ട് ഫിലിം കണ്ടു. രാവിലെ തന്നെയുള്ള മൂഡ് പോയി. ഞാൻ ഈ ഫേസ്ബുക്കും വാട്സപ്പൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പോണു. നോക്കട്ടെ. ഓ പിന്നെ എടി, ഞാൻ ഭർത്താവും അപ്പഴെന്നുള്ള ചിന്ത എനിക്കും, നീ ഭാര്യയും അമ്മയെന്നുള്ള ചിന്ത നിനക്കും വന്ന ഈ ഫേസ്ബുക്കും വാട്സപ്പും കാണുന്ന കാര്യമില്ല. നമ്മുടെ കടമ കറക്റ്റായിട്ട് ചെയ്യുക. അവിടെ സന്തോഷവും സമാധാനം വരും. ഓ വന്ന് നന്മമരം. ആ എന്ത് പറഞ്ഞാലും എന്നെ കളയായിരിക്കും. തൊടുപുഴയിൽ 7 വയസ്സുകാരൻ കൊല്ലപ്പെട്ട കേസിൽ കുട്ടിയുടെ അമ്മ രണ്ടാം പ്രതി. സുഹൃത്ത് കുട്ടിയെ വെച്ചാൽ ഇത് മറച്ചുവെച്ചതിനും ഇനി തന്നെ രക്ഷിക്കാൻ ഇങ്ങനത്തെ വാർത്തയൊന്നും വരാതിരിക്കട്ടെ. അമ്മയ്ക്കെതിരെ കേസെടുത്തു.